ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ വെച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തേക്കിന്, കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കിയതിലേക്ക് അതിന് ഇനി ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സാക്കി എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി പാൽ വേണമെങ്കിൽ പാലിൽ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അത് ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചതിലേക്ക് 2 വലിയ സവാള എടുത്തേക്കുന്നത് നന്നായിട്ട് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് 1 ക്യാരറ്റാണ് കേട്ടോ അരിഞ്ഞത്, അത് ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിങ്ങനെ നന്നായിട്ട് മിക്സാക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേവിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ 1 സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തേക്കാണ് ഉള്ള അടിപൊളി ഫില്ലിങ് റെഡി. അപ്പോഴത്തെ നമ്മളെ മാവൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു ബോൾസ് ആക്കി എടുക്കണം. എല്ലാം ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് പൊടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നൈസായിട്ട് പരത്തി എടുത്തിട്ടാണ് നമ്മളതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇതേപോലെ ആക്കി കൊടുക്കാം. ഇനി ഒന്ന് മടക്കിയെടുക്കണം. ഇത് നമ്മൾ കണ്ണച്ചത്തിരിക്കൊക്കെ മടക്കിയെടുക്കുന്ന പോലെ ഇതേപോലെ മടക്കിയെടുത്തിട്ട് ആ ഒരു സൈഡും ഓയിലും അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. എല്ലാ സൈഡും ഇതേപോലെ അരിപ്പൊടിയും ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെ മാവൊക്കെ പൊരിച്ച് വരുമ്പോൾ നല്ല ലെയർ പോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിലൊക്കെ സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് 4 സൈഡും ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഞാനിത് മാറ്റിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തേക്കണം. ഇതേപോലെ ആക്കി എടുത്തേക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. എല്ലാം ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തേക്കണം. ഇനി ചൂടായ എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേക്കണ്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പം മുകളിലേക്ക് കുറച്ച് എണ്ണ അങ്ങനെ ഇതേപോലെ ആക്കി കൊടുക്കുക. ഇനി തിരിച്ചിട്ടിട്ട് 2 സൈഡൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി ആയിക്കണ്. അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ